الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, സഹോദരന്മാർ, പെരിന്തൽമണ്ണയിൽ വെച്ച് ആദർശം അമാനത്താണെന്ന വിഷയത്തിൽ സ്റ്റേറ്റ് തല പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എങ്കിലും നമ്മുടെ മേഖലയിൽ SKSFിൻ്റെ കീഴിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നൊരു പരിപാടിയിൽ ഒരു ശ്രോതാവായിട്ട് എത്തിയതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കമാലി പൂർണ്ണമായ നിലക്ക് തന്നെ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നു. വളരെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണം ആദരണീയരായ സത്താർ സാഹിബ് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ചതാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അധ്യായമായ ഫാത്തിഹയിൽ തന്നെ ശരിയായ വഴിയെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രചരിപ്പിക്കുന്ന ആദർശം ഏതാണെന്നതിൻ്റെ ഉത്തരം ഈ ആയത്താണ്. അൽ ഖുർആനു യുഫസ്സിറു ബഅ്ളുഹു ബഅ്ള. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ വ്യാഖ്യാനം എന്നോണം വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴി അമ്പിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴി. എൻ്റെ സമുദായം വിവിധ വിഭാഗങ്ങളായി മാറുമെന്നും അതിൽ നിന്ന് ഒരു വിഭാഗം ഒഴികെ മറ്റുള്ളവരെല്ലാം നരകത്തിലാണെന്നും പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് സഹാബത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അവിടുന്ന് അരുൾ ചെയ്തത് നമുക്കൊക്കെ അറിയുന്നതാണ്. രക്ഷപ്പെട്ട വിഭാഗം മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ മേലിലാണോ അവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. 100ാം വാർഷികം ആഘോഷിക്കാനടുത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തിൽ പുതിയ ഒരാശയം നിലനിർത്താനല്ല, പ്രചരിപ്പിക്കാനല്ല രൂപീകരിക്കപ്പെട്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാത്രമല്ല, അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് തന്നെ ആദർശത്തിൽ വ്യത്യാസമില്ല, കർമ്മങ്ങളിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ശരീഅത്തുകൾക്കിടയിലുള്ളത്. അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ആദർശം ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ വഴി എന്നുള്ളതാണ്. അതിവിടെ ദീർഘകാലമായി യാതൊരു നിലക്കുള്ള വ്യതിയാനവുമില്ലാതെ നിലനിൽക്കുകയായിരുന്നു. 1921 ഇവിടെ സംഭവിച്ച ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ കേരളക്കരയിൽ ഇത്തരത്തിലുള്ള
പുത്തനാശയങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിത സമൂഹം ഒരുമിച്ചിരുന്നു കൊണ്ട് ആലോചിച്ച് ഇത്തരത്തിലൊരു മഹത്തായ മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ ആരംഭിച്ച വ്യതിയാനങ്ങളെ എപ്രകാരം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് മറുപടി പറയുക, സമൂഹത്തെ യഥാർത്ഥ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള മഹത്തായ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ ഇന്നും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഇവിടെ ഒന്നാമതായി ദീൻ പ്രചരിപ്പിച്ച സ്വഹാബിവര്യരായ മഹത്തുക്കളുടെ അതേ വഴി പിന്തുടർന്നുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ ആദർശപ്രകാരം തന്നെയായിരിക്കും മുസ്ലിം സമൂഹം ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് ഈ മഹത്തായ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആദർശം പറയുന്ന ഘട്ടത്തിൽ പല എതിർപ്പുകളും ഉണ്ടാകും. മുൻഗാമികളുടെ ചരിത്രം നമുക്കതിന് പാഠമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മഹാനായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ ജനിച്ചു വളർന്ന പരിസരത്തിൽ നിന്ന് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിജറ പോകുമ്പോൾ കഅബ ഷരീഫിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കേരളക്കരയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പ്രവർത്തനങ്ങളുമായി ശരിയായ ദിശയിൽ മുന്നോട്ട് പോവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.